ബ്രസീൽ അർജന്റീനയുമായിട്ട് ഒരു മത്സരം വിജയിച്ചിട്ട് 2000 ദിവസങ്ങൾ പിന്നിട്ടു. അല്ലെങ്കിൽ ബ്രസീൽ അർജന്റീനയുടെ പോസ്റ്റിലേക്ക് ഒരു ഗോൾ അടിച്ചിട്ട് 2000 ദിവസങ്ങൾ പിന്നിട്ടു. ഇങ്ങനൊരു പോസ്റ്റ് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കണ്ടതിന് ശേഷമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോയുമായിട്ട് വന്നത്. അതല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ബ്രസീൽ അർജന്റീന മത്സരങ്ങളുടെ കുറച്ച് മത്സരങ്ങളുടെ റിസൾട്ടൊക്കെ ഒന്ന് പോയി നോക്കിയത്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ കണ്ട മാതിരി തന്നെ 2000 ദിവസങ്ങളായി ബ്രസീൽ അർജന്റീനയുടെ പോസ്റ്റിലേക്ക് ഒരു ഗോൾ അടിച്ചിട്ട്. ആ ഒരു പോസ്റ്റിന് പിന്നാലെ ഞാൻ മൊത്തത്തിൽ ഒന്ന് ബ്രസീൽ അർജന്റീന റിസെൻ്റ്ലി കളിച്ചിട്ടുള്ള മത്സരങ്ങളൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്തപ്പോൾ ശരി തന്നെയാണ്. 2019 കോപ്പ അമേരിക്കയിലാണ് ബ്രസീൽ അവസാനമായിട്ട് അർജന്റീനയോട്ട് വിജയിച്ചത്, അല്ലെങ്കിൽ അർജന്റീനയുടെ പോസ്റ്റിലേക്ക് ഒരു ഗോൾ അടിച്ചത്. അതിനുശേഷം ബ്രസീലിന് വിജയിക്കാനോ അല്ലെങ്കിൽ അർജന്റീനയുടെ പോസ്റ്റിലേക്ക് ഒരു ഗോൾ അടിക്കാനോ, ഒരു ഗോൾ പോലും അടിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമുക്കൊന്ന് നോക്കാം അവസാനം കളിച്ച ബ്രസീൽ അർജന്റീന മത്സരങ്ങളുടെ റിസൾട്ട്. അതിനുശേഷം അവസാനം കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട്. 2019 2-0 അർജന്റീനക്കെതിരെ ബ്രസീലിൻ്റെ വിജയം. അതിനുശേഷം ഒരു 1-0 വിജയം നവംബറിൽ 2019 നവംബറിൽ തന്നെ അർജന്റീനക്കുണ്ട്. അതിനുശേഷം 2021 1-0 വിജയമുണ്ട്. ഒരു സമനില 22 ഒരു മത്സരം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 2023 ഒരു 1-0 വീണ്ടും ഒരു വിജയം. ഇത്രയും മത്സരങ്ങളാണ് അവസാനമായിട്ട് ബ്രസീലും അർജന്റീനയും കളിച്ചിട്ടുള്ള സ്റ്റാറ്റസ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 2019 അർജന്റീനയെ സെമിയിൽ തോൽപ്പിച്ചുകൊണ്ട് ആ ഒരു കോപ്പ അമേരിക്ക ബ്രസീൽ ചൂടിയല്ലോ. അന്നാണ് അവസാനമായിട്ട് അർജന്റീനയുടെ പോസ്റ്റിലേക്ക് ബ്രസീൽ ഒരു ഗോൾ അടിച്ചതും അർജന്റീനക്കെതിരെ വിജയിച്ചതും. ഏതായാലും തോരം മത്സരങ്ങളൊന്നും പിന്നീട് ടീമുകൾ തമ്മിൽ കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് നല്ല വിഷയം. ഒരു കിടു മത്സരം ഇനി വരാണ്ട് നമുക്ക് ഒരു 1.5 മത്സരം ഒരുപാട് മാസങ്ങൾക്ക് ശേഷം, ഒരുപാട് കാത്തിരിപ്പിന് ശേഷം നമുക്ക് ഇനി വരാനുണ്ട്. ആ മത്സരം ഏതാണ്ട് അടുത്തു മാർച്ചിലാണ്. ഈ മാർച്ച് 25 ആ ഒരു 1.5 മത്സരം വരുന്നത്. ബ്രസീൽ vs അർജന്റീന വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം അരങ്ങേറാൻ പോകുന്നത്. ഒരുപാട് പ്രത്യേകത ഉണ്ട് ആ മത്സരത്തിന്. കാരണം 2023 ശേഷം ആദ്യമായിട്ട് ഇരു ടീമുകളും തമ്മിൽ കോർക്കുന്ന ഒരു മത്സരം. അതുപോലെ തന്നെ സൂപ്പർ താരം നെയ്മർ ജൂനിയറുടെ തിരിച്ചുവരവിൻ്റെ മത്സരം. അർജന്റീനയുമായിട്ടുള്ള മത്സരത്തിന് മുന്നേ മാർച്ചിൽ തന്നെ മറ്റൊരു വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കൊളംബിയയുമായിട്ട് ബ്രസീലിന് മത്സരമുണ്ട്. ആ ഒരു മത്സരത്തിലായിരിക്കാം നെയ്മർ ജൂനിയറുടെ തിരിച്ചുവരവ് ആദ്യത്തെ മത്സരം. പക്ഷേ അർജന്റീനയുമായിട്ടാണ് രണ്ടാമത്തെ മത്സരം. അതിൽ നെയ്മർ ജൂനിയർ കളത്തിലുണ്ടാകും എന്നുള്ളത് 99% കൺഫേമാണ്. ആ ഒരു പ്രത്യേകതയുണ്ട് ബ്രസീലിന്. അതുപോലെ തന്നെ ലയണൽ മെസ്സി അദ്ദേഹം കരിയറിൻ്റെ മികച്ച സമയത്തിലൂടെയാണ് പോയി. ഇൻ്റർ മയാമിയിൽ അദ്ദേഹം പരിശീലനമൊക്കെ തുടങ്ങി. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ലൂയിസ് സുവാരസിനും അതുപോലെ മസ്കരാനൊക്കെ കീഴിൽ അദ്ദേഹം പരിശീലനം തുടങ്ങി. അദ്ദേഹവും ഉണ്ടാവും കളത്തിൽ. നെയ്മർ ജൂനിയറും ലയണൽ മെസ്സിയും ഓപ്പോസിറ്റായിട്ട് കളിക്കുന്ന ഒരു മത്സരം നമുക്ക് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. ആ ഒരു മത്സരത്തിൻ്റെ ഒരു അപ്ഡേഷൻ ആണ്. ഇരു താരങ്ങളും അവരുടെ അവസാനത്തെ വേൾഡ് കപ്പ് ആണ് കളിക്കാൻ പോകുന്നത് 2026. അതായത് അടുത്ത വർഷം വേൾഡ് കപ്പ് ഇങ്ങടുത്തു. നമ്മളിപ്പോൾ 2022 വേൾഡ് കപ്പ്, ഖത്തർ വേൾഡ് കപ്പ്, അത്രയും മനോഹരമായിട്ടുള്ള ലയണൽ മെസ്സിയുടെ കരങ്ങളിൽ ആ വേൾഡ് കപ്പ് എത്തിയിട്ടുള്ള അത്രയും മനോഹരമായിട്ടുള്ള ഫുട്ബോൾ ലോകം മൊത്തം ചർച്ച ചെയ്ത ഇത്രയും നല്ലൊരു വേൾഡ് കപ്പ് ഈ അടുത്താണ് കഴിഞ്ഞത് എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുമ്പോഴാണ് അടുത്ത വേൾഡ് കപ്പ് ഇങ്ങനെ അടുത്തു. 2026 വേൾഡ് കപ്പ് ലയണൽ മെസ്സിയുടെയും നെയ്മർ ജൂനിയറുടെയും അവസാനത്തെ വേൾഡ് കപ്പാണ്. അത് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു വേൾഡ് കപ്പിലേക്കുള്ള ക്വാളിഫയർ മത്സരമാണ്. രണ്ട് ടീമുകളും അതിനൊന്ന് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ തന്നെയായിരിക്കും ശ്രമിക്കുക. അല്ലെങ്കിൽ നെയ്മർ ജൂനിയർ ആ മാച്ചിൽ അല്ലെങ്കിൽ ആ ടൂർണമെൻറ്റിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കും. കാരണം അദ്ദേഹം സംസാരിച്ചു, ഞാൻ കൈവതും ചെയ്യും എന്നുള്ളതും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേൾഡ് കപ്പ് കിട്ടിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ കരിയറിൽ. ഏതായാലും ഇരു താരങ്ങൾ കൊമ്പ് കോർക്കുന്ന ആ ഒരു മത്സരം 2025 മാർച്ച് 25 ആണ് മത്സരമുള്ളത്.